Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഒരു വടയാണ് ഉണ്ടാക്കുന്നത്. ഈ വടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു 30 മിനിറ്റ് കൊണ്ട് വട റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവയാണ് എടുക്കുന്നത്. റവ നല്ല വെള്ള റവ വേണം, നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ള റവയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഉപ്പുമാവിനുള്ള റവയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 കപ്പ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില. ഇത്രയും സാധനങ്ങളെല്ലാം ചെറുതായി അരിഞ്ഞിട്ടാണ് ഉണ്ടാവേണ്ടത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പം കട്ടകളൊന്നുമില്ലാത്ത ഒരു സ്മൂത്ത് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം കൈകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക, നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളപ്പറ്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒരുപാട് ഒഴിച്ച് വല്ലാതെ ലൂസാക്കരുത്. പക്ഷെ അതേ സമയത്ത് ഈ 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ അതിലൊന്ന് അബ്സോർബ് ആയിക്കോളും. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഞാൻ ഫ്രഷ് ആയിട്ടാണ് പൊടിച്ചിട്ടുള്ളത്, അപ്പോഴേ അതിൻ്റെ ഒരു നല്ല മണം ഉണ്ടാവുള്ളൂ, അത് ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാവ് വടയുണ്ടാക്കാനുള്ള പാകത്തിൽ റെഡി ആയിട്ടുണ്ട്. ഈ വട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് പലർക്കും പല മെത്തേഡ് ഉണ്ടാവും. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കൈയിൻ്റെ ഉൾഭാഗം അതിലൊന്ന് മുക്കുക. എന്നിട്ട് കയ്യിൽ കൊള്ളാവുന്ന ഒരു ഹാൻഡ്ഫുൾ എന്ന് ഏകദേശം പറയാം, അങ്ങനെ ഒരു ബോൾ മാവിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ വല്ലാതെ പ്രസ് ചെയ്യുകയൊന്നും ചെയ്യരുത്, വളരെ ജെൻറ്റിലായിട്ട് ഇങ്ങനെ ഒരു ഉണ്ടയാക്കി ഒരു ബോളാക്കി മാറ്റാം. എന്നിട്ട് തള്ളവിരൽ കൊണ്ട് അതിൻ്റെ നടുവിൽ ഇതുപോലെ ഒന്ന് കുഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വട റെഡി. ഞാനിവിടെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ വട അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. എല്ലാ സൈഡും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഈവണായിട്ട് അതിൻ്റെ എല്ലാ സൈഡും കുക്കായിട്ട് റെഡിയാവുള്ളൂ. അങ്ങനെ 1/2 മണിക്കൂറിൽ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഇത് കാണിക്കാം. വെള്ളം കയ്യിലാക്കുക, എന്നിട്ട് എങ്ങനെയാണ് മാവ് കുഴക്കേണ്ടത് നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചൊന്ന് കാണാം. അപ്പം ഒരു വടയായിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് 2-3 എത്ര ചീൻചട്ടിയിൽ സ്ഥലമുള്ളതനുസരിച്ചിട്ട് വറക്കാം. ഇതുപോലെ ഇങ്ങനെ ഓട്ടയാക്കുക. എന്നിട്ട് വട ചീൻചട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് അടുത്തത് വരുന്ന സമയം കൊണ്ട് മറ്റത് മറിച്ചിടേണ്ട സമയം ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനെ മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ ഉഴുന്നൊന്നും അരയ്ക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഉഴുന്നുവടയുടെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ അത്ര അങ്ങോട്ട് ക്രിസ്പി ആയിരിക്കില്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് 30 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു വടയുടേതായ ഒരു ടേസ്റ്റൊക്കെ ഇതിനുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ ഈ വട അതിഗംഭീരമായി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.